ഹലോ എവരിവൺ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് പെർസെൻറ്റേജ് ചാപ്റ്ററാണ്. നിങ്ങൾ ക്വാണ്ടിറ്റി ആപ്റ്റിറ്റ്യൂഡിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററിൽ പെട്ടതൊന്നാണ് പെർസെൻറ്റേജ്. സിമ്പിൾ ഇൻട്രസ്റ്റ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, റേഷ്യോ, പോർഷൻ, ടൈം ആൻഡ് വർക്ക്, ടൈം ആൻഡ് ഡിസ്റ്റൻസ്, ഇതിലൊക്കെ പെർസെൻറ്റേജിൻ്റെ മെത്തേഡ്സ് ആവശ്യം വരും. അപ്പം പെർസെൻറ്റേജ് പ്രോപ്പറായി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ചാപ്റ്റേഴ്സൊക്കെ ഈസി ആയിട്ട് മാറും. അപ്പം പെർസെൻറ്റേജിൻ്റെ ഫസ്റ്റ് ക്ലാസ്സാണിത്. അപ്പം ബേസിക്സ് നമുക്ക് നോക്കാം. നമ്മൾ കൺവെൻഷണൽ മെത്തേഡ് പഠിച്ചിട്ട് കാര്യമില്ല. നമ്മൾ ഷോർട്ട് കട്ട് മെത്തേഡിൽ പഠിച്ചാൽ മാത്രമേ നമുക്ക് പെർസെൻറ്റേജ് ഫാസ്റ്റായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്കൊരു പ്രോബ്ലം ചെയ്യാൻ 15 സെക്കൻഡ് താഴെ നമുക്ക് സമയം കിട്ടുന്നുള്ളൂ. അപ്പം അത്രയും ഫാസ്റ്റായിട്ടുള്ള മെത്തേഡിൽ തന്നെ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാത്തത് നമുക്ക് ആൻസർ കിട്ടും, പക്ഷേ നമുക്ക് ടൈം ബൗണ്ടഡായിട്ട് ആൻസർ കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഫാസ്റ്റസ്റ്റ് മെത്തേഡിൽ നമ്മൾ പ്രോബ്ലം ചെയ്യാൻ പഠിക്കണം. അപ്പോൾ ആ മെത്തേഡ് എങ്ങനെ പെർസെൻറ്റേജ് പ്രോബ്ലംസ് എങ്ങനെ ക്രാക്ക് ചെയ്യാം, ഫാസ്റ്റസ്റ്റ് മെത്തേഡിൽ എങ്ങനെ ചെയ്യാം, അതൊക്കെയാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ പെർസെൻറ്റേജിലെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം പഠിക്കേണ്ടത് ഫ്രാക്ഷൻസിനെ പെർസെൻറ്റേജ് കൺവേർട്ട് ചെയ്യാനും അതേപോലെ പെർസെൻറ്റേജിനെ ഫ്രാക്ഷനെ കൺവേർട്ട് ചെയ്യാനും. അപ്പോൾ നമ്മൾ ആദ്യം നോക്കുന്നത് ഫ്രാക്ഷൻസിനെ പെർസെൻറ്റേജിലേക്ക് കൺവേർട്ട് ചെയ്യാനും പിന്നെ പെർസെൻറ്റേജിനെ ഫ്രാക്ഷൻസിലേക്ക് കൺവേർട്ട് ചെയ്യാനും. പെർസെൻറ്റേജിനെ ഫ്രാക്ഷനിൽ കൺവേർട്ട് നമ്മൾ മനസ്സിലാക്കാം. ഈ ഫ്രാക്ഷൻ ടു പെർസെൻറ്റേജ്, പെർസെൻറ്റ് ടു ഫ്രാക്ഷൻ ഇത് ഡയറക്റ്റ് ചോദിക്കാൻ ചാൻസ് ഇല്ല. നിങ്ങൾ SSC GD പോലത്തെ എക്സാമിന് വേണമെങ്കിൽ ഡയറക്റ്റ് ഒരു ഫ്രാക്ഷൻ തന്നിട്ട് കറസ്പോണ്ടിങ് പെർസെൻറ്റേജും ചോദിക്കാം, അല്ലെങ്കിൽ പെർസെൻറ്റേജ് തന്നിട്ട് കറസ്പോണ്ടിങ് ഫ്രാക്ഷൻ. അത് ചെറിയ എക്സാം 10th ലെവൽ എക്സാം ഇതിന് ചോദിച്ചാലായി. അല്ലാത്ത എക്സാമിനകത്ത് ചോദിക്കാൻ ചാൻസ് കുറവാണ്. പക്ഷേ നമ്മൾ പ്രോബ്ലം സോൾവ് ചെയ്യാൻ ഫ്രാക്ഷൻസ് ടു പെർസെൻറ്റേജും പെർസെൻറ്റേജ് ഫ്രാക്ഷൻസ് പറഞ്ഞിരിക്കണം. നമുക്ക് പെട്ടെന്ന് കൺവേർട്ട് ചെയ്യാൻ പറ്റണം. കാരണം ഒരു പ്രോബ്ലത്തിൽ ഇത്ര പെർസെൻറ്റേജ് 25% അല്ലെങ്കിൽ 29%, ഏത് പെർസെൻറ്റേജ് തന്നാലും അതിന് കറസ്പോണ്ടിങ് ഫ്രാക്ഷൻസ് സ്പോട്ടിൽ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ആദ്യം ഫ്രാക്ഷനെ പെർസെൻറ്റേജ് ആക്കാൻ നമ്മൾ എന്താ ചെയ്യുക? ഫ്രാക്ഷനെ പെർസെൻറ്റേജ് ആക്കാൻ നിങ്ങൾ പണ്ട് സ്കൂളിൽ വന്ന് പഠിച്ചതാണ്. ഫ്രാക്ഷനെ പെർസെൻറ്റേജ് കൺവേർട്ട് ഇൻറ്റു 100 ആണ്. തിരിച്ചാണെങ്കിൽ ഡിവൈഡ് ബൈ 100 ആണ്. നിങ്ങൾക്ക് അറിയുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ സ്കൂളിൽ മാർക്കിനൊക്കെ മാർക്ക് ഫ്രാക്ഷനിലേക്ക് തന്നിട്ടുണ്ടാവാം അല്ലേ? 40 out of 50 അല്ലെങ്കിൽ 85 out of 100 ഇങ്ങനെ ഫ്രാക്ഷൻസ് ആയിട്ട് തന്നിട്ടുണ്ടാവും. അതിനെ പെർസെൻറ്റേജ് കൺവേർട്ട് ചെയ്ത് നിങ്ങൾ പഠിച്ചതായിരിക്കും. ഇൻറ്റു 100 ആണ് വരുന്നത്. ഫ്രാക്ഷനെ പെർസെൻറ്റേജ് മാറ്റാൻ ഇൻറ്റു 100. ഫോർ എക്സാമ്പിൾ നമ്മൾ 3/4 ഒരു ഫ്രാക്ഷനാണ്. അതിനെ പെർസെൻറ്റേജ് മാറ്റാൻ 3/4 ഇൻറ്റു 100 അല്ലേ? 3/4 ഇൻറ്റു 100 നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 100ഉം 4ഉം കട്ട് ചെയ്താൽ നമുക്ക് 75% കിട്ടും. ഇത് ഈസിയാണ്, നിങ്ങൾക്ക് അറിയാം. 3/4 75% ആണ്. നമ്മൾ ഫ്രാക്ഷൻസിനെ പെർസെൻറ്റേജ് കൺവേർട്ട് ചെയ്യാൻ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇത് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ സമയം വേസ്റ്റ് ആക്കാൻ പാടില്ല. നമുക്കൊരു ഫ്രാക്ഷൻസ് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ പെർസെൻറ്റേജ് അറിയണം. അപ്പോൾ അതൊക്കെയാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് ഫ്രാക്ഷൻസ് പഠിച്ചു വെക്കണം. കാരണം എക്സാമിന് ചോദിക്കുന്ന SSC RRB എക്സാമിനൊക്കെ ചോദിക്കുന്നത് നമുക്കൊരു പർട്ടിക്കുലർ ഫ്രാക്ഷൻസ് പഠിച്ചു വെച്ചാൽ അത് വെച്ചിട്ട് ബാക്കി ഫ്രാക്ഷൻസ് നിങ്ങൾക്ക് ഈസി ആയിട്ട് കൺവേർട്ട് ചെയ്തെടുക്കാൻ പറ്റും. അതായത് എല്ലാ ഫ്രാക്ഷൻസിനെയും നിങ്ങൾ കൺവെൻഷണൽ മെത്തേഡിൽ ചെയ്യേണ്ട ആവശ്യമില്ല. കുറച്ച് വാല്യൂസ് നിങ്ങൾ പഠിച്ചു വെക്കുക. അത് ഏതൊക്കെയാണെന്ന് പറയാം. ഓക്കെ, ഇപ്പോൾ നിങ്ങളത് പഠിക്കേണ്ട വാല്യൂസ് നമ്മൾ പറയാം. 1/1 നിങ്ങൾക്കറിയാം. 1/1 എന്ന് പറഞ്ഞാൽ 1/1 അല്ലേ? 1 out of 1 അതായത് ഫുള്ളാണ്. ഫുൾ എന്ന് പറഞ്ഞാൽ 100% ആണ്. നമ്മൾ 1/1 100% ആണ്. സിമിലർലി 1/2 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം 50% ആണ്. അങ്ങനെ നിങ്ങൾ 1/20 വരെ പഠിക്കണം. 1/3 എന്ന് പറഞ്ഞാൽ 33 1/3% ആണ്. അങ്ങനെ കൺവേർട്ട് ചെയ്യുക. 1/3 ഇൻറ്റു 100 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ വാല്യൂ കിട്ടും. പക്ഷേ ഇത് ഓർത്ത് വെക്കുക. 1/4 എന്ന് പറഞ്ഞാൽ 25% ആണ്. 1/4 25%. 1/5 ചെയ്താൽ നമുക്ക് 20% കിട്ടും. 1/6 നമുക്ക് 16 2/3% കിട്ടും. 1/7 നമുക്ക് 14 2/7% കിട്ടും. 14 2/7%. 1/8 നമുക്ക് 12 1/2% ആണ് കിട്ടുക. 1/9 11 1/9%. 1/10 10%. ഇത്രയും എഴുതിയിട്ടുണ്ട്. നമുക്ക് 1/20 വരെ നിങ്ങൾ പഠിച്ചിരിക്കണം. കാരണം ഈ എഴുതിയ ഫ്രാക്ഷൻസ് വെച്ചിട്ട് നമുക്ക് ബാക്കി ഫ്രാക്ഷൻസിനെ നമുക്ക് പെർസെൻറ്റേജ് പഠിച്ചെടുക്കാൻ ഈസിയാണ്. അതുകൊണ്ടാണ് ഇത് ബേസ് ആയിട്ട് നിങ്ങൾ പഠിക്കണം. ഇത് ബൈ ഹാർട്ട് പഠിക്കണം എന്ന് പറയാൻ കാരണം 1/10 ഇത് കിട്ടുന്നത് ഈ ഫ്രാക്ഷനെ നമുക്ക് ഈ ഫ്രാക്ഷനെ പെർസെൻറ്റേജ് ആക്കണം ഇൻറ്റു 100 ചെയ്താൽ മതി. അപ്പോൾ പക്ഷേ ഇത് നിങ്ങൾ പഠിച്ചെടുക്കുക. 1/10 ഇതിൽ കുറേ കാര്യങ്ങൾ പറഞ്ഞു തരാണ്ട്. അപ്പോൾ ഈ ഫ്രാക്ഷൻസ് നിങ്ങൾ ഇപ്പം തന്നെ പഠിച്ചെടുക്കുക. 1/10 കഴിഞ്ഞു. 1/11 എന്ന് പറഞ്ഞാൽ 9 1/11 ആണ്. 1/10 എന്ന് പറഞ്ഞാൽ 1/11 കഴിഞ്ഞാൽ 1/12 ആണ്. 1/12 എന്ന് പറഞ്ഞാൽ 8 1/3% ആണ്. സിമിലർലി 1/13 എന്ന് പറഞ്ഞാൽ 7 9/13% ആണ്. 1/14 എന്ന് പറഞ്ഞാൽ 7 1/7%. 1/15 6 2/3%.
6 2/3 ഇതും 6 + 2/3 ഒന്ന് തന്നെയാണ് കേട്ടോ, മനസ്സിലാക്കുക. 1/60 എന്ന് പറഞ്ഞാൽ 6 1/4%. 1/17 5 15/17%. 1/18 5 5/9%. 1/19 5 5/19%. 1/20 5%. ഇത്രയും വാല്യൂസ് നിങ്ങൾ പഠിച്ചെടുക്കണം. ഇത് പഠിച്ചെടുത്താൽ നമുക്ക് ഇത് വെച്ചിട്ടുള്ള പ്രോബ്ലംസ്, അതായത് ഈ ഫ്രാക്ഷൻസും അതിൻ്റെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള വാല്യൂസും പഠിക്കാൻ ഈസിയാണ്. അപ്പോൾ ഇത് ഓർത്ത് വെക്കുക. ഇനി ഇത് പഠിക്കാൻ വലിയ പ്രയാസം നിങ്ങൾ എന്തായാലും ഇത് നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. ഇതിൻ്റെ മൾട്ടിപ്പിൾ നമുക്ക് ഇത് വെച്ച് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് നോക്കാം. ഫോർ എക്സാമ്പിൾ ഇതിൻ്റെ മീനിങ് നിങ്ങൾ മനസ്സിലാക്കുക. ഈ ഫ്രാക്ഷൻസ് എന്തുകൊണ്ടാണ് പഠിക്കാൻ പറഞ്ഞതെന്ന് പറഞ്ഞ കാര്യങ്ങൾ പറയാണ്, ശ്രദ്ധിക്കുക. ഫോർ എക്സാമ്പിൾ നമുക്ക് 1/4 നോക്കാം. 1/4ൻ്റെ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ 25% ആണ്. നിങ്ങൾ വേറെ കാര്യം കൂടി മനസ്സിലാക്കാം. ഈ 1/4ൻ്റെ ഫ്രാക്ഷൻ 25% ആണ്. അത് മാത്രമല്ല നമുക്കിത് ഇൻ്റർചേഞ്ച് ചെയ്യാൻ പറ്റും. അതായത് 25നെ 4 ഇൻ്റർചേഞ്ച് ചെയ്താൽ 1/25 എന്ന് പറഞ്ഞാൽ 4% ആണ്. ഇത് നിങ്ങൾക്ക് ഏതും ഇൻ്റർചേഞ്ച് ചെയ്യാം. 1/4 25%, 1/25 4% ആണ്. നിങ്ങൾക്ക് ഏതും ഇങ്ങനെ ചെയ്യാം. 1/5 എന്ന് പറഞ്ഞാൽ 20% ആണ്, നിങ്ങൾക്കറിയാം. 1/5 20% ആണ്. ഇൻ്റർചേഞ്ച് ചെയ്താൽ 1/20 എന്ന് പറഞ്ഞാൽ 5% ആണ്. ഇത് നിങ്ങൾക്ക് ഇൻ്റർചേഞ്ച്. അപ്പോൾ നിങ്ങൾ ഈ 1/20 വരെ വാല്യൂസ് പഠിച്ചാൽ നിങ്ങൾക്ക് നേരെ ഡബിൾ വാല്യൂസ് കിട്ടും, ഇൻ്റർചേഞ്ച് ചെയ്യാം. പിന്നെ വേറൊരു കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾ 1/4 അല്ലേ, വേറെ മനസ്സിലാക്കാൻ അടുത്ത പോയിന്റ്. ഇപ്പോൾ 1/4 നിങ്ങൾ പഠിച്ചു, 25% പഠിച്ചു കഴിഞ്ഞ ഒരാൾക്ക് ഇതിനെ മൾട്ടിപ്പിൾ വെച്ചിട്ട് ബാക്കി പേഴ്സൻറ്റ് കിട്ടും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 1/40 എന്ന് പറഞ്ഞാൽ 2.5% ആണ്. എന്താ ചെയ്ത് 1/4നെ 1/40 ആക്കാൻ ഡിവൈഡ് 10 ചെയ്തു. രണ്ട് സൈഡിൽ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഡിവൈഡ് 10 ചെയ്തു. അപ്പം 2.5 അല്ലേ. അതേപോലെ നിങ്ങൾ നോക്കുക, 1/400 ആണ്. എന്തൊരു 1/400 എന്ന് പറഞ്ഞാൽ 0.25% വരും. അല്ലേ, 1/400 0.25%. നിങ്ങൾ പഠിച്ചാണ്. 1/5 എന്ന് പറഞ്ഞാൽ 20% ആണ്, അറിയാലോ. 1/50 ആണെങ്കിലോ ഡിവൈഡ് 10 ചെയ്തു 2% ആണ്. 1/500 എന്ന് പറഞ്ഞാൽ 0.2% അല്ലേ. ഇങ്ങനെ എല്ലാ വാല്യൂസും നമുക്ക് സ്കെയിൽ ചെയ്തെടുക്കാൻ പറ്റും. ഡിവൈഡ് 10 × 10 ഒക്കെ ചെയ്ത് സ്കെയിൽ ചെയ്യാം. ഓക്കെ, ഞാൻ തിരിച്ചും ചെയ്യാം. നിങ്ങൾ നോക്കാം. 1/8 നിങ്ങൾ പഠിച്ചത് 1/2 12.5% ആണ്. 1/8 12.5 ഇൻ്റർചേഞ്ച് ചെയ്ത് നോക്കൂ. 1/12.5 എന്ന് പറഞ്ഞാൽ 1/12.5 എന്ന് പറഞ്ഞാൽ 8% ആണ്. ഇൻ്റർചേഞ്ച് ചെയ്ത് 1/8 12.5 ആണെങ്കിൽ 1/12.5 8% ആണ്. അതുകൂടെ മനസ്സിലാക്കുക. 1/125 എന്ന് പറഞ്ഞാൽ 1/12.5 മാറ്റി 125 ആക്കി. 1/125 എന്ന് പറഞ്ഞാൽ 0.8% ആണ്. അല്ലെ, 1/125 0.8% ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ പറയാം 1/1000 250 ആണ്. എത്ര പെർസെൻറ്റേജ് ആയിരിക്കും? 1/1000 250 എത്ര പെർസെൻറ്റ് ആയിരിക്കും? 1/1000 250 എന്ന് പറഞ്ഞാൽ 0.8% അല്ലേ, 0.8% എന്നാണ് പറയാം. ഇങ്ങനെ നിങ്ങൾ പഠിച്ചല്ല ഈ വാല്യൂസിൻ്റെ മൾട്ടിപ്പിൾ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ ഈസിയാണ്. ഓക്കെ, വേറെ കാര്യങ്ങൾ ഒന്ന് ഓർത്ത് വെക്കുക. കാരണം നമ്മൾ എക്സാം ക്വസ്റ്റ്യൻ പേപ്പറിൽ ഏത് പെർസെൻറ്റേജും വരാം. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കണം. വേറൊരു കാര്യം കൂടി പറയണം. അപ്പോൾ നിങ്ങളൊരു എക്സാമ്പിൾ, ഞാൻ 25% ഫ്രാക്ഷൻ നിങ്ങൾ പഠിച്ചു. 25% ഫ്രാക്ഷൻ 1/4 എന്ന് പറഞ്ഞു. ഇതിൽ നിങ്ങൾ എന്തൊക്കെ മനസ്സിലാക്കണം നോക്കുക. 25% ഫ്രാക്ഷൻ 1/4 ആണ്. ഇതിൽ ഫസ്റ്റ് മനസ്സിലാക്കേണ്ട പോയിന്റ് 4 എന്ന നമ്പറിൻ്റെ 25% എടുത്താൽ 1 കിട്ടും. ഇതാണ് ഫസ്റ്റ് മനസ്സിലാക്കേണ്ട പോയിന്റ്. ഇത് ഏത് പെർസെൻറ്റേജിലും അപ്ലിക്കബിൾ ആണ്. നമുക്ക് വേണമെങ്കിൽ 20% ഫ്രാക്ഷൻ എഴുതി നോക്കാം. 20% ഫ്രാക്ഷൻ 1/5 ആണ്. അപ്പോൾ 5 എന്ന നമ്പറിൻ്റെ 20% എടുത്താൽ 1 കിട്ടും. ഓക്കെ, അപ്പോൾ നിങ്ങളൊരു ക്വസ്റ്റ്യൻ ഇപ്പോൾ ഞാൻ മാറ്റി എഴുതാം. ഇപ്പോൾ 25% ഫ്രാക്ഷൻ 25% ഫ്രാക്ഷൻ 1/4 1 യൂണിറ്റ് ഡിവൈഡ് 4 യൂണിറ്റ് എന്ന് എഴുതി. 25% ഫ്രാക്ഷൻ 1 യൂണിറ്റ് ഡിവൈഡ് 4 യൂണിറ്റ് എന്ന് എഴുതി. മനസ്സിലാക്കുക. ഇനി നിങ്ങളൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ 25% ഇൻക്രീസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ 25% ഇൻക്രീസ് ചെയ്യുക അല്ലെങ്കിൽ ഇൻക്രിമെൻറ്റ് നടത്തുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കുക 4 യൂണിറ്റ് 1 യൂണിറ്റ് ഇൻക്രീസ് ആയിട്ട് 5 യൂണിറ്റിലേക്ക് വന്നു. ഫസ്റ്റ് മനസ്സിലാക്കേണ്ട പോയിന്റ് ഇതാണ്. 4 യൂണിറ്റ് 1 യൂണിറ്റ് ഇൻക്രിമെൻറ്റ് ചെയ്തു, 1 യൂണിറ്റ് ഇൻക്രീസ് ചെയ്തു. റെഡി? ഇതാണ് 25. 25% ഡിക്രീസ് ചെയ്യാറ് നിങ്ങൾ എന്ത് മനസ്സിലാക്കും? 25% ഡിക്രീസ് ചെയ്യാന്ന് പറഞ്ഞാൽ 4 യൂണിറ്റ് 3 യൂണിറ്റ് ആക്കി മാറ്റും. 4 യൂണിറ്റ് 3 യൂണിറ്റ് ആക്കി മാറ്റും. 1 യൂണിറ്റ് ഡിക്രീസ് ചെയ്യും. അപ്പം മനസ്സിലാക്കുക, ഈ 4 യൂണിറ്റ് ഇവിടെ പറഞ്ഞ ഈ 4 യൂണിറ്റ് ഇനീഷ്യൽ വാല്യൂ, ഈ 5 യൂണിറ്റ് ഫൈനൽ വാല്യൂ ആണ്. ഇത് ചേഞ്ച് ആണ്, നമുക്ക് ചേഞ്ച് വന്നതാണ്. അപ്പോൾ നിങ്ങൾ ഒന്നുകൂടെ മനസ്സിലായി 4 യൂണിറ്റിൻ്റെ 25% 1 യൂണിറ്റ് ആണ്. ഇപ്പോൾ 25% ഇൻക്രീസ് ചെയ്യാറ് 4 യൂണിറ്റ് 1 യൂണിറ്റ് ഇൻക്രീസ് ചെയ്ത് 5 യൂണിറ്റിലേക്ക് വന്നു. 25% ഡിക്രീസ് ചെയ്തതും 4 യൂണിറ്റ് 1 യൂണിറ്റ് ഡിക്രീസ് ചെയ്ത് 3 യൂണിറ്റിലേക്ക് വന്നു. അത് ഏതിനും അപ്ലിക്കബിൾ ആണ്.
വേറെ നോക്കാം. നമുക്ക് ഒരു 12.5 ഇൻക്രീസ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മളെ മൈൻഡിലേക്ക് എന്താണ് വരേണ്ടത്? ആദ്യം മനസ്സിലാക്കേണ്ടത് 12/1/2% ഫ്രാക്ഷൻ. ഇത് നമുക്ക് ഫ്രാക്ഷൻസ് കാണാതെ അറിയണം. 12/1/2 ഫ്രാക്ഷൻസ് 1/2 ആണ്. 1 യൂണിറ്റ് ഡിവൈഡ് ബൈ 8 യൂണിറ്റ്. അപ്പം 12/1/2% ഓർ 12.5% ഇൻക്രീസ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കുക 8 യൂണിറ്റ് ആണ് ഇനീഷ്യൽ വാല്യൂ. ഫൈനൽ വാല്യൂ 1 യൂണിറ്റ് ഇൻക്രീസ് ചെയ്തു 9 യൂണിറ്റ് ആയി. 12.5% ഡിക്രീസ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മളെന്ത് മനസ്സിലാക്കും? 8 യൂണിറ്റ് നമ്മളെന്ത് ചെയ്തു? 1 യൂണിറ്റ് ഡിക്രീസ് വന്നു 7 യൂണിറ്റ് ആയി. ഇവിടെ +1 യൂണിറ്റ് ആണ്. ഓക്കെ, അപ്പം ഇങ്ങനെ മനസ്സിലായി. ഇപ്പോൾ ഇത് നമ്മൾ എഴുതിയ എല്ലാ പെർസെൻറ്റേജിലും അപ്ലിക്കബിൾ ആണ്. ഏത് പെർസെൻറ്റേജ് നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റും. അതുകൊണ്ടാണ് ഫ്രാക്ഷൻസ് പഠിക്കണം എന്ന് പറഞ്ഞത്. ഇപ്പോൾ 12.5 ഫ്രാക്ഷൻ പറഞ്ഞു. 12.5% ഫ്രാക്ഷൻ 1/8 ആണ്. 12.5% ഫ്രാക്ഷൻ 1/8 ആണ്. മനസ്സിലാക്കുക. 12.5% ഇൻക്രീസ് ചെയ്യാൻ 8 യൂണിറ്റ് 9 യൂണിറ്റിലേക്ക് ചേഞ്ച് ചെയ്യുക, ഇൻക്രീസ് ചെയ്യുക. അപ്പോൾ 8 യൂണിറ്റ് ഇനീഷ്യൽ വാല്യൂ, 9 യൂണിറ്റ് ഫൈനൽ വാല്യൂ. അപ്പോൾ ഇത് പ്രോബ്ലത്തിലുണ്ടാവും. ഇത് പ്രോബ്ലത്തിന് അപ്ലൈ ചെയ്യാൻ ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ കൂടെ തന്നെ പറഞ്ഞു പോകാം. അപ്പോൾ നിങ്ങൾ സ്പീഡ് ഓഫ് എ കാർ ഇൻക്രീസ്ഡ് ബൈ 12.5% എന്ന് പറഞ്ഞു. 12.5% എന്ന് പറഞ്ഞു. 12.5% ന്യൂ സ്പീഡ് ഈക്വൽ ടു 90 kmph എന്ന് പറഞ്ഞു. അപ്പോൾ നോക്കുക, സ്പീഡ് ഓഫ് എ കാർ ഇൻക്രീസ്ഡ് ബൈ 12.5%, ന്യൂ സ്പീഡ് 90 kmph. ഓൾഡ് സ്പീഡിലെ ഒറിജിനൽ സ്പീഡ് ചോദിച്ചു. നമ്മൾ ഈ മെത്തേഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈസിയായിട്ട് ആൻസർ കണ്ടുപിടിക്കാം. ഒറിജിനൽ സ്പീഡ് ചോദിച്ചു. അപ്പോൾ നമ്മളെ മൈൻഡിലേക്ക് എന്താ വരിക? 12.5% ഇൻക്രീസ് ചെയ്യാറ് നമ്മളെ മൈൻഡിലേക്ക് 8 യൂണിറ്റ് 9 യൂണിറ്റിലേക്ക് ചേഞ്ച് ചെയ്തു. ഇതാണ് നമ്മുടെ മൈൻഡിലേക്ക് വരേണ്ടത്. റെഡി അല്ലേ? 8 യൂണിറ്റ് 9 യൂണിറ്റിലേക്ക് വന്നു. കാരണം 1 യൂണിറ്റ് ആണ് ഇൻക്രിമെൻറ്റ് വരുന്നത്. 8 എന്ന നമ്പറിൻ്റെ 12.5 1 ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ഇപ്പോൾ 12.5% ഇൻക്രീസ് ചെയ്യാൻ 8 9 ആയി. നമ്മൾ കമ്പയർ ചെയ്താണ് 9 യൂണിറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് തന്നിരിക്കുന്നത് 90 kmph ആണ്. 9 യൂണിറ്റ് 90 kmph ആണ്. അപ്പോൾ 1 യൂണിറ്റ് 10 kmph. ഇപ്പോൾ 8 യൂണിറ്റോ 80 kmph. അപ്പോൾ നമ്മൾ ഇത് ഇനീഷ്യൽ വാല്യൂ, ഇത് ഫൈനൽ വാല്യൂ അല്ലേ? അപ്പോൾ നമ്മൾ ഫൈനൽ വാല്യൂ, അതായത് ന്യൂ സ്പീഡാണ് 90 kmph. ഇപ്പോൾ ഒറിജിനൽ സ്പീഡ് 80 kmph. അപ്പോൾ ഇങ്ങനത്തെ ഒരു അപ്ലിക്കേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ഫ്രാക്ഷൻസ് പഠിക്കണം എന്ന് പറയുന്നത്. ഇതിന് ഒരുപാട് അപ്ലിക്കേഷൻസ് വേറെ ഉണ്ട്. ഇപ്പോൾ ഞാൻ ഫുൾ പറഞ്ഞിട്ടില്ല, ഒരു എക്സാമ്പിൾ മാത്രം പറഞ്ഞതാണ് എന്തുകൊണ്ടാണ് ഫ്രാക്ഷൻസ് പഠിക്കണം എന്ന് പറഞ്ഞു. കാരണം പറഞ്ഞു. ഇപ്പോൾ 12.5 എക്സാമ്പിൾ എടുത്ത് പറഞ്ഞു. ഇപ്പോൾ 12.5 മനസ്സിലാക്കുക. 12.5% ഫ്രാക്ഷൻ 1/8 ആണ്. 12.5% ഇൻക്രീസ് ചെയ്യാന്നാൽ 8 എന്ന നമ്പർ 12.5 ഇൻക്രീസ് ചെയ്യാൻ 1 യൂണിറ്റ് ഇൻക്രീസ് ആവും. അപ്പോൾ 8 യൂണിറ്റ് ഇനീഷ്യൽ വാല്യൂ, 1 യൂണിറ്റ് ചേഞ്ച് ആയത്, 9 യൂണിറ്റ് ഫൈനൽ വാല്യൂ, 8 + 1 അതാണ് 9 യൂണിറ്റ്. ഇപ്പോൾ നമ്മൾ ഈ കാറിൻ്റെ സ്പീഡ് ചേഞ്ച് ആയി 90 kmph ആയി. അപ്പോൾ നമ്മൾ 8 യൂണിറ്റ് ആണ് ഇനീഷ്യൽ അസ്യൂം ചെയ്തു, ഫൈനൽ വാല്യൂ 9 യൂണിറ്റ്. ഇപ്പോൾ 9 യൂണിറ്റിന് കറസ്പോണ്ടിങ് ആണ് 90 kmph. ഇപ്പോൾ 9 യൂണിറ്റ് 90 kmph ആണ്. 1 യൂണിറ്റ് നിങ്ങൾക്ക് അറിയാം 10 kmph ആണ്. 1 യൂണിറ്റ് 10 kmph ആണ്. 8 യൂണിറ്റ് 8 × 10 80 kmph. അങ്ങനെ എഴുതേണ്ട ആവശ്യമൊന്നുമില്ല. 9 എന്ന നമ്പർ ഇവിടെ 9 എന്ന നമ്പർ അല്ലേ? അപ്പോൾ ഇവിടെ 8 എന്ന നമ്പർ ഇവിടെ 8 പിന്നെ 0 ഉണ്ടാവും. അപ്പോൾ 9 റെസ്പോണ്ടിങ് 90, ഇപ്പോൾ 8 റെസ്പോണ്ടിങ് 80 എന്ന് പറയാൻ പറ്റും. അതിലെ ഷോർട്ട് കട്ട് കാര്യങ്ങൾ ഞാൻ അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാം. എങ്ങനെ നമ്പർ കണ്ടിട്ട് പെട്ടെന്ന് കറസ്പോണ്ടിങ് വാല്യൂ എഴുതാം അത് പറയാം. അപ്പോൾ ആദ്യം നിങ്ങൾ ഇത് മനസ്സിലാക്കി. ഇൻക്രീസ് ചെയ്യുന്ന ഒരു എക്സാമ്പിൾ പറഞ്ഞു. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇത് ഡിക്രീസ് ചെയ്തു. ഇപ്പം 12.5% ഡിക്രീസ് ചെയ്തു പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് 8 യൂണിറ്റ് 7 യൂണിറ്റ് ആയിട്ടാണ് വരിക. അപ്പോൾ 7ൻ്റെ വാല്യൂവിന് കറസ്പോണ്ടിങ് ഒരു വാല്യൂ തരും. ഇപ്പോൾ നിങ്ങൾ 8ന് കറസ്പോണ്ടിങ് വാല്യൂ ആ സമയത്ത് ചോദിക്കും. അപ്പോൾ ആദ്യം മനസ്സിലാക്കി അപ്പം 12.5 എക്സാമ്പിൾ വെച്ച് പറഞ്ഞു. ഓക്കെ, അപ്പോൾ അടുത്തൊരു കാര്യം നിങ്ങൾ പഠിക്കേണ്ട കാര്യം പറയാം. നമുക്ക് വേറൊരു എക്സാമ്പിൾ നോക്കാം. ഇപ്പോൾ എക്സാമ്പിൾ 25% ഡിക്രീസ് ചെയ്തു പറഞ്ഞു. ഫോർ എക്സാമ്പിൾ സ്പീഡ് ഓഫ് എ കാർ തന്നെ നമുക്ക് നോക്കാം. സ്പീഡ് ഓഫ് എ കാർ ഡിക്രീസ് ബൈ 25% ഡിക്രീസ് ചെയ്തു. ന്യൂ സ്പീഡ് തരികയാണ്. ന്യൂ സ്പീഡ് ഇസ് ഈക്വൽ ടു 120 kmph എന്ന്. 120 kmph. ഒറിജിനൽ സ്പീഡ് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്തെടുക്കും? ഇതേ മെത്തേഡ് ചെയ്യാൻ വെച്ചാൽ നമുക്ക് പെന്നിൻ്റെ ആവശ്യമില്ല. 25% ഫ്രാക്ഷൻസ് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈസിയാണ്. 25% ഫ്രാക്ഷൻ നമ്മൾ എഴുതാം 1/4 എഴുതി കഴിഞ്ഞാൽ അല്ലേ 24. അപ്പോൾ 25% ഡിക്രീസ് ചെയ്യാറ് നമ്മൾ മനസ്സിലാക്കേണ്ടത് 4 യൂണിറ്റ് അല്ലേ? 4 യൂണിറ്റ് 1 യൂണിറ്റ് ഡിക്രീസ് ആയി അല്ലേ? 1 യൂണിറ്റ് ഡിക്രീസ് ആയിട്ട് 3 യൂണിറ്റായി മാറി. അപ്പം നമ്മളിത് ഒറിജിനൽ സ്പീഡാണ്, ഇത് ന്യൂ സ്പീഡാണ് അല്ല? ഇനീഷ്യൽ വാല്യൂ ഫൈനൽ വാല്യൂ. അപ്പോൾ 3 യൂണിറ്റ് കറസ്പോണ്ടിങ് ആണ് നമുക്ക് തന്നിരിക്കുന്ന 120 kmph. നമ്മൾ എക്സ് എടുത്ത് ചെയ്യുന്നതിന് പകരം വാല്യൂസ് വെച്ച് ചെയ്യുന്നതേ ഉള്ളൂ. 3 യൂണിറ്റ് കറസ്പോണ്ടിങ് 120 kmph. അപ്പോൾ നമുക്ക് 1 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ
നിങ്ങൾക്കറിയാം 40 kmph ആണ്, അത് എഴുതേണ്ട ആവശ്യമൊന്നുമില്ല. 3യും 120 നമ്മൾ റിലേഷൻസ് നോക്കിയാൽ മതി. അപ്പോൾ 4 യൂണിറ്റ് ആണ് നമ്മുടെ ഒറിജിനൽ സ്പീഡ്. അപ്പോൾ 4 × 40 160 kmph ആണ് നമ്മുടെ ഒറിജിനൽ സ്പീഡ് വരിക. അത് ഇത്രയും നിങ്ങൾ സ്റ്റെപ്പ് എഴുതിയിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അതായത് 3 യൂണിറ്റ് 120, 3യും 120 നമ്മൾ റിലേഷൻസ് നോക്കിയാൽ മതി. 3യും 120 നമ്മൾ റിലേഷൻ 3 × 4 ആണ് 12. അപ്പോൾ 4 × 4 16, പിന്നെ ഒരു 0. 3 × 4 ആണ് 12, പിന്നെ ഒരു 0 ആണ് വരുന്നത്. സിമിലർ പ്രോസസ്സ് ഇവിടെ 4 × 4 16, പിന്നെ ഒരു 0. ഷോർട്ട് കട്ടിൽ അങ്ങനെ ചെയ്യാം, അല്ലാതെ 1 × 140 kmph എടുക്കേണ്ട ആവശ്യമില്ല. അത് ഞാൻ നിങ്ങൾക്ക് അടുത്ത വീഡിയോസിൽ ഞാൻ വരുന്ന സമയത്ത് പറയാം. ഓക്കെ, ഇപ്പോൾ ഞാൻ അവിടെ പറയുന്നത് പെർസെൻറ്റേജിൻ്റെ ഇമ്പോർട്ടൻസ്, അതായത് നമ്മൾ ഫ്രാക്ഷൻസ് പഠിക്കേണ്ട ഇമ്പോർട്ടൻസ് ആണ് പറയുന്നത്. അപ്പോൾ നമ്മൾ 25% എക്സാമ്പിൾ എടുത്ത് പറഞ്ഞു എന്നുള്ളൂ. ബാക്കിയുള്ള പെർസെൻറ്റേജും ഇതേപോലെ തന്നെയാണ് വരുന്നത്. ഇൻക്രീസ് അല്ലെങ്കിൽ ഡിക്രീസ് അല്ലെങ്കിൽ ചേഞ്ച്, ഇത്രയും കാര്യങ്ങളാണ് പ്രോബ്ലത്തിൽ ഇക്വേറ്റ് ചെയ്യാനുണ്ടാവുക. അപ്പോൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു. ഇനി 25%, ഇപ്പോൾ നിങ്ങൾ പഠിച്ച കാര്യം ഇപ്പോൾ ഞങ്ങളൊന്ന് പറയാം. ഇപ്പോൾ 25% ഫ്രാക്ഷൻ 25% ഫ്രാക്ഷൻ ഒന്നുകൂടെ എഴുതാം. 25% ഫ്രാക്ഷൻ നിങ്ങൾ എഴുതി 1/4 എന്ന് പഠിച്ചു കഴിഞ്ഞു. ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഫസ്റ്റ് മനസ്സിലാക്കേണ്ട കാര്യം പറഞ്ഞു, 4 എന്ന നമ്പറിൻ്റെ 25% എടുത്താൽ 1 കിട്ടും അല്ലേ. 4 യൂണിറ്റ് ആണെങ്കിൽ അതിൻ്റെ 25% എടുത്താൽ 1 യൂണിറ്റ്. 40 യൂണിറ്റ് ആണെങ്കിൽ 25% 10 യൂണിറ്റ്. 400 യൂണിറ്റ് ആണെങ്കിൽ 25% 100 യൂണിറ്റ്, അങ്ങനെ വരും. അതുകൊണ്ടാണ് 4 യൂണിറ്റ് എന്ന് പറയുന്നത്. 4 യൂണിറ്റ് എന്ന നമ്പറിന് 25% 1 യൂണിറ്റ് ആണ്. അപ്പോൾ നിങ്ങൾ 25% ഇൻക്രീസ് ചെയ്താൽ പറഞ്ഞാൽ 4 യൂണിറ്റ് 3 യൂണിറ്റ് ആയി. 25% ഡിക്രീസ് ചെയ്യാൻ 4 യൂണിറ്റ് 3 യൂണിറ്റ് ആയി. 25% ഇൻക്രീസ് ചെയ്യാൻ 4 യൂണിറ്റ് 5 യൂണിറ്റ് ആയി. 25% ഡിക്രീസ് ചെയ്യാൻ 4 യൂണിറ്റ് 3 യൂണിറ്റ് ആയി. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, 125% ഫ്രാക്ഷൻ എങ്ങനെ ഈസി ആയിട്ട് എഴുതാം. 125% എന്ന് പറഞ്ഞാൽ 25% മോർ എന്ന് പറഞ്ഞാലും ഒരേ മീനിങ് ആണ്. 125% എന്ന് പറഞ്ഞാലും 25% മോർ എന്ന് പറഞ്ഞാൽ ഒരേ മീനിങ് ആണ്. കാരണം 100% ഫുൾ വാല്യൂ ആണ്. ഫുൾ വാല്യൂ കഴിഞ്ഞിട്ട് 25%, 125% നമുക്ക് 25% കൂടുതൽ എന്ന് പറയാം. സിമിലർലി വേണമെങ്കിൽ നമുക്ക് 75%-നെ നമുക്ക് 25% ലെസ് എന്ന് പറയാം. ഓക്കെ, 25% ലെസ് എന്നും പറയാം. അപ്പം നമുക്ക് 125% 25% മോർ എന്ന് പറയാം. 75% 25% ലെസ് എന്ന് പറയാം. അപ്പോൾ നിങ്ങൾക്ക് 25% ഫ്രാക്ഷൻ അറിയെങ്കിൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് 125% ഫ്രാക്ഷൻ എഴുതാൻ പറ്റും. അങ്ങനെയാണ് നോക്കാം. 25% ഫ്രാക്ഷൻ ഒന്നുകൂടെ എഴുതാം. 25% ഫ്രാക്ഷൻ 1/4 ആണ് അല്ലേ. അപ്പോൾ 125% ഫ്രാക്ഷൻ നമ്മൾ കൺവെൻഷണൽ മെത്തേഡ് എഴുതുന്ന പറയാം. 125% ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ 100% പ്ലസ് 25% ആണ്. 100% പ്ലസ് 25% നിങ്ങൾക്ക് 100% ഫ്രാക്ഷൻ അറിയാം. 1/1 25%-നെ 1/4 ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ ക്രോസ് മൾട്ടിപ്പിൾ ചെയ്താൽ 5/4 എന്ന് കിട്ടും അല്ലേ. ഇത് കൺവെൻഷണൽ മെത്തേഡ് ചെയ്താണ്. 125% ഫ്രാക്ഷൻ 100% സ്പ്ലിറ്റ് ചെയ്തു. 100% പ്ലസ് 25%, 1/1 പ്ലസ് 1/4 ക്രോസ് മൾട്ടിപ്പിൾ 5/4. അല്ലാതെ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാം. നോക്കിക്കോ, നിങ്ങൾ മനസ്സിലാക്കാം. ഇവിടെ നോക്കുക, 4 എന്ന നമ്പറിന് 25% 1 ആണ്. അപ്പോൾ നമ്മൾ 25% ഇൻക്രീസ് ചെയ്യാൻ 100% കഴിഞ്ഞിട്ടാണ് നമ്മൾ 25% വരുന്നത് അല്ലേ. 100% കഴിഞ്ഞിട്ടാണ് 25% വരുന്നത്. അപ്പോൾ നിങ്ങൾ 125% പെട്ടെന്ന് എഴുതാനുള്ള ഒരു മെത്തേഡ് ഇതാണ്. 125% ഫ്രാക്ഷൻ എഴുതാം. നിങ്ങൾ മനസ്സിലാക്കുക, 4 ഔട്ട് ഓഫ് 4 എന്ന് പറഞ്ഞാൽ 100% ആണ്. 4 ഔട്ട് ഓഫ് 4 എന്ന് 100% കഴിഞ്ഞിട്ടാണ് 25% അല്ലേ. 4 ഔട്ട് ഓഫ് 4 എന്ന് പറഞ്ഞാൽ ഇത് 100% വരും. 4ൽ 4 മാർക്ക് കിട്ടും, 100% കിട്ടി അല്ലേ. അതിൻ്റെ കൂടെ 25% ഇൻക്രീസ്, ഇപ്പം 4ൽ 1 കൂടണം അല്ലേ. 4 + 1 അല്ലേ, 4 + 1. അപ്പം നമ്മൾ മനസ്സിലാക്കാം, 4ൻ്റെ 25% 1 ആണ്. 4ൽ 4 കിട്ടിയ 100% ആയി. 4ൽ 1 കിട്ടിയ 25% ആയി. അപ്പോൾ നമ്മൾ ന്യൂമറേറ്റിൻ്റെ കൂടെ ഡിനോമിനേറ്റർ കൂടെ ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്തൊരു 5/4 എന്ന് വരും. നമുക്ക് ഡയറക്റ്റ് ഇങ്ങനെ എഴുതാം, അല്ലാതെ നിങ്ങൾ സ്പ്ലിറ്റ് ആക്കി എഴുതേണ്ട ആവശ്യമൊന്നുമില്ല. ഇങ്ങനെ ഈസി ആയിട്ട് എഴുതാം. എത്ര കൂടുതൽ ഇപ്പം ഡിനോമിനേറ്റർ മുകളിൽ കൊടുത്താൽ സെയിം ഡിനോമിനേറ്റർ ന്യൂമറേറ്റർ കൊടുത്താൽ 100%, 100 കടന്നിട്ടുള്ള ബാക്കി വാല്യൂസ് ഇതാണ് വരുന്നത്. ഇപ്പോൾ 5/4. ഇപ്പം ഈ പ്രോസസ്സിൽ നിങ്ങൾ 120% എഴുതി വെക്കും. 120% ഫ്രാക്ഷൻ 120% ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ 20% മോർ ആണ് അല്ലേ. 20% മോർ ആണ്. ഇപ്പോൾ 20% ഫ്രാക്ഷൻ നിങ്ങൾക്ക് ഈസി ആയിട്ട് അറിയാൻ പറ്റും. 20% ഫ്രാക്ഷൻ 1/5 ആണ്. അപ്പോൾ നിങ്ങൾ നോക്കുക, 100% ഇതിൻ്റെ ഫ്രാക്ഷൻ എഴുതുന്ന എളുപ്പത്തിൽ നോക്കിയോ, മനസ്സിലാക്കുക. 5 ഔട്ട് ഓഫ് 5 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 100% അല്ലേ. അതിൽ 5 അല്ലേ, 1 ഔട്ട് ഓഫ് 5 കൂട്ടാം. എത്രയാണ്? 6/5. ഇങ്ങനെ നമുക്ക് ഈസി ആയിട്ട് എഴുതാം. നിങ്ങൾ നോക്കുക, വേറെ എക്സാമ്പിൾ എഴുതാം. അപ്പോൾ നമുക്ക് 106 1/4% ഫ്രാക്ഷൻ എഴുതി നോക്കാം. 106 1/4% ഫ്രാക്ഷൻ ഇത് എഴുതണമെങ്കിൽ നമുക്ക് 6 1/4% മോർ എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ. 6 1/4%. 6 1/4% ഫ്രാക്ഷൻ എന്താണെന്ന് വെച്ചാൽ 6 1/4% ഫ്രാക്ഷൻ 1/16 ആണ്. നിങ്ങളത് പഠിക്കേണ്ട വാല്യൂ ആണ്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് എന്ത് എഴുതാം? 16 ഔട്ട് ഓഫ് 16 എന്ന് പറഞ്ഞാൽ 100% ആണ്. പ്ലസ് 6 അല്ലേ, 1 ഔട്ട് ഓഫ് 16. അപ്പോൾ 16 + 1 17. 17/16 ആണ്.
നമുക്ക് 106 1/4% ഓർ 106.25%. ഓക്കെ, ഇതേപോലെ ഡിക്രീസ് നമുക്ക് എഴുതാൻ പറ്റും. എക്സാമ്പിൾ നിങ്ങൾ 75% കാര്യം പറയാം. 75% ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ 25% ലെസ് ആണ്. 25% ലെസ് ആണ്. 25% ഫ്രാക്ഷൻ നിങ്ങൾക്കറിയാം. 25% ഫ്രാക്ഷൻ 1/4 ആണ്. അപ്പോൾ 4ൽ 4 കിട്ടിയ 100% ആണ്. അപ്പോൾ ഒന്ന് കുറയണമല്ലോ, ഒന്ന് കുറയണം. അപ്പോൾ 4ൽ 1 കുറയണം. 3/4 നമുക്ക് ഇങ്ങനെ ഈസി ആയിട്ട് എഴുതാം. അപ്പോൾ നമ്മൾ 75% ഫ്രാക്ഷൻ ഇങ്ങനെ എഴുതി. പിന്നെ 80% നിങ്ങൾ നോക്കി നോക്ക്. 80% ഫ്രാക്ഷൻ പെട്ടെന്ന് എഴുതാൻ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്തിട്ട് ആലോചിച്ച് നോക്കൂ. 80% 20% ലെസ് ആണ്. 20% ഫ്രാക്ഷൻ 5/5 അല്ലേ? 5/5 100% ആണ്. അതൊന്ന് കുറയണം അല്ലേ? 1/5 കുറയണം. അപ്പോൾ 4/5. റെഡി? ഇങ്ങനെ നമുക്ക് ഈസി ആയിട്ട് ഫ്രാക്ഷൻ, അപ്പോൾ 100ന് മുകളിലെ ഫ്രാക്ഷൻസും 100ന് താഴെയുള്ള ഫ്രാക്ഷൻസും ഇങ്ങനെ എഴുതാൻ പറ്റും. അപ്പോൾ ഇത് നിങ്ങൾ മനസ്സിലാക്കുക, ഇങ്ങനെ പെട്ടെന്ന് ഫ്രാക്ഷൻസ് എഴുതാം. നമ്മൾ പഠിക്കുന്ന മെത്തേഡ് എന്ന് വെച്ചാൽ ഫാസ്റ്റസ്റ്റ് മെത്തേഡിലാണ് നമ്മൾ പ്രോബ്ലം സോൾവ് ചെയ്യേണ്ടത്. ഫാസ്റ്റ് മെത്തേഡല്ല, ഫാസ്റ്റസ്റ്റ് മെത്തേഡിൽ എന്നാൽ മാത്രമേ ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഫാസ്റ്റായിട്ട് നമുക്ക് ഫ്രാക്ഷൻസ് എഴുതാൻ പറ്റണം. അതായത് പെർസെൻറ്റേജിനെ ഫ്രാക്ഷൻ ആക്കാനും ഫ്രാക്ഷനെ പെർസെൻറ്റേജ് ആക്കാനും പറ്റണം. അപ്പോൾ ഇത് നിങ്ങൾ മനസ്സിലാക്കി. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. എങ്ങനെ ഇതിൻ്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞു, ഫ്രാക്ഷൻസ്, ഓരോന്നിൻ്റെ ഫ്രാക്ഷൻസ്. ഇപ്പോൾ നിങ്ങൾ നോക്കുക, ഞാൻ ഫോർ എക്സാമ്പിൾ ഇത് എഴുതാം അല്ലേ? തിരിച്ച് ചോദിക്കുക, ഇനി ഫ്രാക്ഷൻ്റെ പെർസെൻറ്റേജ് പറയാം. ഇപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഒരാൾക്ക് 10ൽ 10 മാർക്ക് കിട്ടി അല്ലെ? ഫ്രാക്ഷനെ പെർസെൻറ്റേജ് ആക്കാൻ പോകണം. നെക്സ്റ്റ് വായിക്കണം. അടുത്തത് നമ്മൾ ഫ്രാക്ഷൻ ടു പെർസെൻറ്റേജ് ആണ്. ഫ്രാക്ഷൻ ടു പെർസെൻറ്റേജ് നമ്മൾ ഇപ്പം പഠിച്ചത് പെർസെൻറ്റേജിനെ നമ്മൾ ഫ്രാക്ഷൻസ് ആക്കുന്ന പറഞ്ഞു, പെർസെൻറ്റേജിനെ ഫ്രാക്ഷൻ ആക്കുന്ന പറഞ്ഞു. ഇപ്പോൾ 125%, 75% ഒക്കെ പറഞ്ഞു. ഇനി നമ്മൾ ഫ്രാക്ഷനെ പെർസെൻറ്റേജിനെ ഈസി ആക്കാം. ഫ്രാക്ഷനെ പെർസെൻറ്റേജിലേക്ക് കൺവേർട്ട് ചെയ്യാൻ. അപ്പോൾ നമ്മൾ ഫ്രാക്ഷനെ പെർസെൻറ്റേജിലേക്ക് കൺവേർട്ട് ഇൻറ്റു 100 ആണല്ലോ. അപ്പോൾ നമ്മൾ സാധാരണ ഒരു ക്വസ്റ്റ്യൻ ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞു എങ്ങനെയാണ് ഫ്രാക്ഷൻ പെർസെൻറ്റേജ്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് നോക്കാം. 10ൽ 10 100% അല്ലേ? 10ൽ 10 100%. അപ്പോൾ 10ൽ 9 ആണെങ്കിലോ? 10ൽ 9 ആണെങ്കിൽ നമുക്ക് എത്ര കുറവുണ്ട് നോക്കിയാൽ മതി. 100% ഇല്ല, 1/10 കുറവുണ്ട്. അതായത് 1/10 കുറവുണ്ട് എന്ന് മീൻസ് 100ന്ന് 1/10 കുറവുണ്ട്. അതായത് 1/10% 1/10 എന്ന് പറഞ്ഞാൽ നിങ്ങൾ പഠിച്ചതാണ് 10%. ഇപ്പോൾ 1/10 കുറവുണ്ട് എന്ന് പറഞ്ഞാൽ 10% കുറവുണ്ട്. 10% കുറവുണ്ട് എന്ന് പറഞ്ഞാൽ എന്താ മീനിങ്? 90% ആണ്. അങ്ങനെ കുറവ് നോക്കി നമുക്ക് പറയാൻ പറ്റും. ഫോർ എക്സാമ്പിൾ നിങ്ങൾ നോക്കാം, 4/5 എന്ന് പറഞ്ഞാൽ എത്ര പെർസെൻറ്റേജ് പെട്ടെന്ന് എഴുതാനുള്ള വഴി എന്താ? നിങ്ങളിതിൽ എത്ര കുറവുണ്ട് നോക്കുക അല്ലേ? 1/5 കുറവുണ്ട്. 1/5 എന്ന് പറഞ്ഞാൽ ഇംപ്ലൈസ് എത്രയാണ്? 20% കുറവുണ്ട്. 20% കുറവുണ്ട് എന്ന് പറഞ്ഞാൽ 100% എന്ന് വെച്ചിട്ടാണ് പറയേണ്ടത്. 100 ആണ് ഫുള്ള്. അപ്പോൾ 80% ഇങ്ങനെ പറയാം. നമ്മൾ കുറച്ച് പറയാൻ പറ്റും. റെഡി? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നോക്കുക, 11/12 എത്ര പെർസെൻറ്റാണ് പെട്ടെന്ന് അങ്ങനെ പറയാം? 11/12. അപ്പോൾ നിങ്ങൾ ഇതിൽ എത്ര കുറവുണ്ട്? 1/12 കുറവുണ്ട്. 1/12 എന്ന് പറഞ്ഞാൽ 8 1/3% ആണ് അല്ലേ? 8 1/3% നമ്മൾ കുറച്ച് പറയണം. 100ന്ന് 8 1/3 കുറയ്ക്കണം. 100ന്ന് 8 1/3 നിങ്ങൾ കുറച്ച് കഴിഞ്ഞാൽ 100ന്ന് 8 കുറച്ചാൽ 92, 1/3 കുറച്ചാൽ ബാക്കി 2/3 ഉണ്ടാവും. അപ്പോൾ നമുക്ക് 100ന്ന് 8 കുറച്ചാൽ 92, അപ്പം 1/3 കുറച്ചാൽ 2/3 ബാക്കിയുള്ളതുകൊണ്ട് നമുക്ക് 91 2/3 എന്ന് പറയാം. 91 2/3%. ഒന്നുകൂടെ പറയാം, അറിയാത്തവർക്ക് വേണ്ടി പറയാണ്. നിങ്ങൾ 1/3 പോർഷൻസ് കുറച്ച് കഴിഞ്ഞാൽ വായിക്കാം. ഇപ്പം ഇതൊരു സർക്കിളാണ് വിചാരിക്കാം. വിചാരിക്കേണ്ടത് സർക്കിൾ തന്നെയാണ്. ഇതാണ് 1/3 അല്ലേ? ഒരു ഫുൾ പോർഷൻ, ഒരു 1/3 പോർഷൻ റിമൂവ് ചെയ്താൽ ബാക്കി എത്ര ഉണ്ടാവും? ബാക്കി എത്ര പോർഷൻ ഉണ്ടാവും? 2/3 പോർഷൻ ഉണ്ടാവും അല്ലേ? അങ്ങനെ പെട്ടെന്ന് കുറയ്ക്കാൻ പഠിക്കുക. ഫോർ എക്സാമ്പിൾ നിങ്ങൾ നോക്കുക, ഇതൊരു സർക്കിളാണ്. ഈ ഒരു പോർഷൻ 2/5 ആണെന്ന് വിചാരിക്കുക. 2/5 നമ്മൾ റിമൂവ് ചെയ്താൽ ബാക്കി എത്ര ഉണ്ടാവും? 3/5 ഉണ്ടാവും. റെഡി? അങ്ങനെ വേറെ എക്സാമ്പിൾ നിങ്ങൾ നോക്കുക, ഈ ഒരു പോർഷൻ 3/17 ആണെന്ന് വിചാരിക്കുക. ഈ 3/17 ഇത് ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കി എത്ര ഉണ്ടാവും? 14/17. ഇങ്ങനെയാണ് പെട്ടെന്ന് മനസ്സിലേണ്ടത്. അപ്പോൾ നിങ്ങൾ നോക്കൂ, വേറെ എക്സാമ്പിൾ പറയാം. 14/15 നമ്മൾ പെർസെൻറ്റേജ് എഴുതാൻ പോകണം, പെട്ടെന്ന് എഴുതാൻ പോകണം. നോക്കുക, 14/15 നമ്മൾ എത്ര കുറവുണ്ട്? 1/15 കുറവുണ്ട്. 1/15 നിങ്ങൾ പഠിക്കേണ്ട വാല്യൂ ആണ്. 1/15 6 2/3% കുറവുണ്ട് എന്ന് പറഞ്ഞാൽ 100% കുറവുണ്ട്. ഫുൾ വാല്യൂ എന്നാണ് കുറയുന്നത്. അപ്പോൾ 6 2/3 കുറവുണ്ട് നിങ്ങൾ പെട്ടെന്ന് പറഞ്ഞു. 100ന്ന് 6 കുറച്ചാൽ 94 ആണ്. 2/3 മൈനസ് ചെയ്താൽ 1/3 വരും. ഇപ്പം 94 അല്ല, തൊട്ട് താഴെ ഇൻറ്റീജർ 93 1/3%. ഇത്ര സിമ്പിളാണ്. വേറെ എക്സാമ്പിൾ നോക്കൂ,
നിങ്ങൾ 19/20 പെർസെൻറ്റേജ് എത്ര എന്ന് പറയാം 1/20 കുറവുണ്ട്. 1/20 എന്ന് പറഞ്ഞാൽ 5% ആണ്. 5% കുറവുണ്ട്. 100 5% കുറച്ച് എത്രയാണ് 95%. ഇങ്ങനെ ഈസി ആയിട്ട് പറയാം. ഇത് നോക്കൂ 24/25 പെട്ടെന്ന് ഫ്രാക്ഷൻ പറയാം. 24/25 1/25 കുറവുണ്ട്. 1/25 കുറവുണ്ട് എന്ന് പറഞ്ഞാൽ 1/25 4% ആണ്. 4% കുറവുണ്ട് ഇംപ്ലൈസ് എന്താ 96% ആണ്. ഒരു വാല്യൂ കൂടെ പറയാം 7/8 അല്ലേ. 7/8 എന്ന് പറഞ്ഞാൽ എത്ര ഉണ്ട് 1/8 കുറവുണ്ട് അല്ലേ. 1/8 കുറവുണ്ട് എന്ന് പറഞ്ഞാൽ 12.5 കുറവുണ്ട് അല്ലേ. 12 1/2 കുറവുണ്ട്. 12 1/2% കുറവുണ്ട് എന്ന് പറഞ്ഞാൽ 100 12 കുറച്ച് 88, 1/2 കുറച്ച് 87 1/2% ഓർ 87.5. ഒന്നുകൂടെ നോക്കാം 6/7 ആണെങ്കിലോ 6/7 ആണ് 1/7 കുറവുണ്ട്. 1/7 എന്ന് പറഞ്ഞാൽ 14 2/7 ആണ്. 14 2/7% കുറവുണ്ട്. 14 2/7 100 14 കുറച്ചാൽ 86 ആണ്. 2/7 കുറച്ചാൽ 5/7 വരും. അപ്പോൾ 100 14 കുറച്ച് 86. അപ്പോൾ നമ്മൾ 85 വേണ്ട 85 ബാക്കി നിങ്ങൾ പറയും 85 5/7 85 5/7. ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക 100 14 കുറച്ചാൽ 86 2/7 ഒഴിവാക്കി 5/7 അപ്പോൾ 85 5%. ഇങ്ങനെ നമുക്ക് 1 കുറവുള്ളതും 2 കുറവുള്ളതും പെട്ടെന്ന് പറയാൻ പറ്റും. അപ്പോൾ അത് മനസ്സിലാക്കുക. നമ്മളൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഫ്രാക്ഷൻ കണ്ടാൽ പെട്ടെന്ന് പെർസെൻറ്റേജ് ആക്കാൻ പറ്റണം. അങ്ങനത്തെ കാര്യങ്ങളാണ് പറഞ്ഞത്. ഇതിൽ കുറച്ച് ബേസിൽ കുറച്ച് അധികം കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. അപ്പോൾ ആദ്യം നിങ്ങൾ പഠിച്ചെടുക്കേണ്ട കാര്യം പെർസെൻറ്റേജിനെ ഫ്രാക്ഷൻ ആക്കാനും ഫ്രാക്ഷണൽ പെർസെൻറ്റേജ് സ്പോട്ടിൽ തന്നെ ചെയ്യാൻ പറ്റണം. അത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ അപ്ലിക്കേഷൻസ് പറയാം. എങ്ങനെ പ്രോബ്ലം ഇത് വെച്ചിട്ട് എങ്ങനെ ഈസി ആയിട്ട് ചെയ്യാം. അപ്പോൾ ഇത് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞാൽ കോമൺ ആയിട്ട് എക്സാമിന് ചോദിക്കുന്ന ഫ്രാക്ഷൻസ് എങ്ങനെ കൺവേർട്ട് ചെയ്യാൻ വേണ്ടി ടെക്നിക്സ് ആണ് നിങ്ങൾ പറഞ്ഞത്. അപ്പം ബാക്കിയുള്ള ഫ്രാക്ഷൻസ് നിങ്ങൾ ഇതേപോലെ ചെയ്ത് നോക്കുക, ട്രൈ ചെയ്ത് നോക്കുക. കാരണം നിങ്ങളിതിൻ്റെ 1/1 മുതൽ 1/20 വരെയുള്ള ഫ്രാക്ഷൻസ് നിങ്ങൾ പഠിച്ചിരിക്കണം. കാരണം ഇതിനെ മൾട്ടിപ്പിൾ വെച്ചിട്ട് നമുക്ക് ബാക്കി ചെയ്യാൻ പറ്റും. ഞാൻ ഒരു എക്സാമ്പിൾ കൂടെ നിങ്ങൾക്ക് തരാം. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നമുക്ക് ട്രൈ ചെയ്ത് നോക്കുക. പെട്ടെന്ന് ആർക്കും പറയാം കമൻറ്റ് ചെയ്താൽ മതി. 399 / 400. ഇതൊരു ഫ്രാക്ഷനാണ്. 399 / 400. ഇതിനെ പെർസെൻറ്റേജിലേക്ക് മാറ്റണം. നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യൂ. നിങ്ങൾ വീഡിയോ സ്റ്റോപ്പ് ചെയ്തിട്ടൊന്ന് കമൻറ്റ് ചെയ്ത് നോക്കും. അപ്പോൾ 399 / 400. അപ്പോൾ നമ്മൾ നോക്കുക 399 400 നമ്മൾ പെട്ടെന്ന് തന്നെ എഴുതാം. നമ്മൾ കൺവെൻഷണൽ മെത്തേഡ് ആണെങ്കിൽ സാധാരണ വീട്ടിൽ എന്താ ചെയ്യുക 399 / 400 × 100 ചെയ്തിട്ട് അവർ ചെയ്യും. നമ്മൾ ഈ മെത്തേഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ നോക്കുക എത്ര കുറവുണ്ട്. ഇവിടെ നോക്കുക 1/400 കുറവുണ്ട് അല്ലേ. 1/400 കുറവുണ്ട്. അപ്പോൾ 1/400 നിങ്ങൾ പഠിക്കേണ്ട ഫ്രാക്ഷൻ ആണോ? നിങ്ങൾ 1/400 പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ് 1/4 നിങ്ങൾ പഠിച്ചതാണ്. 1/4 25% ആണ്. 1/40 നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല. 1/4 25 ആണ്. 1/40 2.5% ആണ്. 1/400 ആണെങ്കിൽ ഇപ്പോൾ എത്ര വരും 0.25% വരും അല്ലേ. അപ്പോൾ 0.25% കുറവുണ്ട് അല്ലേ. അപ്പോൾ 1/400 കുറവുണ്ട് എന്ന് പറയുന്നതും 0.25% കുറവുണ്ട് എന്ന് പറഞ്ഞാൽ ഒരേ മീനിങ് ആണ്. 0.25% കുറവുണ്ടെന്ന് ഒരേ മീനിങ് ആണ്. അതായത് എത്ര വരും 1/400 ഡിക്രീസ് അല്ലെങ്കിൽ 0.25% ഡിക്രീസ് എന്ന് പറഞ്ഞാൽ 99.75 അല്ലേ. അപ്പോൾ നമ്മൾ 99.75 അപ്പോൾ 399 / 400 പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ 99.75 ആണ്. ഇത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് ഫാസ്റ്റ് ആക്കണം. അല്ലാതെ നിങ്ങൾ കൺവെൻഷണൽ മെത്തേഡിൽ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ സമയം പോകും. 399 / 400 × 100 മൈൻഡ് കാൽക്കുലേഷനിൽ ഇത് എക്സ്പേർട്ട് ആണ്. ഏതൊരു ഫ്രാക്ഷൻ ചോദിച്ചാലും നമ്മൾ മെത്തേഡ് വെച്ചിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റണം. അപ്പോൾ ഞാൻ നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ തരാം. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ. ഇത് എത്രയായിരിക്കും പെർസെൻറ്റേജ് നിങ്ങൾ പറയണം. ഫിഫ്റ്റീൻ ബൈ സിക്സ്റ്റീൻ എത്ര പെർസെൻ്റ് ആയിരിക്കും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എൻ്റർ ചെയ്യുക. 15/16. വേറൊന്ന് 124 / 125. ഇതൊന്ന് കമൻറ്റ് ബോക്സിൽ നിങ്ങൾ പറയാം. ബാക്കി ഇതിൻ്റെ കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. അപ്പോൾ ഇതിൻ്റെ ഓഫ്ലൈൻ ക്ലാസ്സുകൾ നമ്മൾ പയനിയർ കോച്ചിങ് സെൻറ്ററിൽ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് ഓഫ്ലൈൻ ക്ലാസ്സിലേക്ക് അഡ്മിഷൻ എടുക്കാൻ പറ്റും. എല്ലാ മാസവും ബാച്ചുകൾ ഉണ്ടായിരിക്കുന്നതാണ്. കണ്ണൂർ, പാലക്കാട്, തൃശ്ശൂരൊക്കെ നമുക്ക് ബ്രാഞ്ചസ് ഉണ്ട്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഓഫ്ലൈൻ ബാച്ചിൽ അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അതിൽ നമ്പർ കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇതിൽ വീഡിയോയിൽ ലാസ്റ്റ് കൊടുക്കുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ. ബാക്കി ഇതിൻ്റെ അപ്ലിക്കേഷൻസ് കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് സെക്കൻഡ് വീഡിയോയിൽ കാണാം.